ശബരിമല തങ്കവാതിൽ കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തിച്ചു. തങ്കവാതിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് 2019-ലാണ്. നടൻ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ക്ഷേത്രത്തിൽ എത്തിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും ഈ ചടങ്ങിൽ പങ്കെടുത്തു. പീഠം സൂക്ഷിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവൻ ക്ഷേത്ര ഭാരവാഹി ആയിരിക്കെയാണ് ഈ ചടങ്ങ് ഇവിടെ നടന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പള്ളിക്കത്തോട് ശാസ്താ ക്ഷേത്രത്തിലും സന്നിധാനത്തെ തങ്കവാതിലെത്തിച്ച് പൂജ നടത്തിയെന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. ഈ പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മ ക്ഷേത്രത്തിലടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ എത്തിച്ച് ഈ തങ്കവാതിൽ ഇത്തരത്തിൽ പൂജ നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് 2019 മാർച്ച് 10-നാണ് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ എത്തിച്ചത്. അതൊരു സ്വീകരണം എന്നുള്ള നിലയ്ക്കാണ് അവിടെ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഘോഷയാത്രയായി ഈ പീഠങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പൂജ നടത്തുകയും അതുപോലെ തന്നെ ഒരു സമ്മേളനമെല്ലാം വിളിച്ചു കൂട്ടുകയും അതിനുശേഷം ഇത്തരത്തിൽ ഘോഷയാത്രയായി തന്നെ ശബരിമലയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘോഷയാത്രയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ പൊതു സമ്മേളനം നടന്നതിൻ്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ കോട്ടയത്തുള്ള ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നതായി നടൻ ജയറാം വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നത്. ഈ പീഠം സൂക്ഷിച്ചിരുന്ന ഈ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനാണ് ഇവിടുത്തെ ഈ സ്വർണ്ണപീഠങ്ങൾ, ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപീഠങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള വിവരം നേരത്തെ ലഭ്യമായിരുന്നു. ഈ പീഠം സൂക്ഷിച്ച ഈ വാസുദേവൻ പോറ്റി, CK വാസുദേവൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കോട്ടയം പള്ളിക്കത്തോടിലും ഈ തങ്കവാതിലുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു എന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.